അബ്ദുൾ അസീസ് എന്ന് പറയുന്ന കച്ചവടക്കാരനും KSEBയിലേക്ക് വിളിക്കുന്നു. അവരെല്ലാം തന്നെ ഈ പരാതി പറയുകയാണ്. 18-ാം തീയതി വിളിച്ചു. 19-ാം തീയതി KSEBയുടെ ഉദ്യോഗസ്ഥൻ അവിടെ വരുന്നു. പുതാത്ത് മുഹമ്മദ് എന്ന് പറയുന്ന കെട്ടിട ഉടമയോട് കട തുറന്ന് കാണിക്കാൻ പറയുന്നു. കട തുറന്ന് കാണിച്ച് കൺസ്യൂമർ നമ്പർ എടുക്കുന്നു. അപ്പോൾ തന്നെ KSEBയിലേക്ക് വിളിച്ചു പറഞ്ഞ് ആ പരാതി രജിസ്റ്റർ ചെയ്യിക്കുന്നു. രജിസ്റ്റർ ചെയ്യിച്ചതിന് ശേഷം KSEB ജീവനക്കാരൻ പറഞ്ഞത് വൈകുന്നേരത്തിനിടയിൽ ഇന്നു തന്നെ വന്ന് ഇതിന്റെ ഈ ഷോക്കിന്റെ തകരാർ, ഈ കെട്ടിടത്തിന്റെ വൈദ്യുതി വരുന്നത് അത് പരിഹരിക്കും എന്ന് പറഞ്ഞു പോയതാണ്. പക്ഷേ അതുണ്ടായില്ല. അന്ന് രാത്രി കഴിഞ്ഞ് 1.5 മണിക്ക് ആണ് 20-ാം തീയതി അവിടെ വെച്ച് ഈ റിജാസ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ അവിടെ വെച്ച് പ്രിയപ്പെട്ടവരെ മരണമടയുന്നത്. ഇതും മരണമല്ല, സാധാരണ മരണമല്ല. അതുകൊണ്ട് തന്നെ റിജാസിന്റെ കുടുംബം വളരെ പാവപ്പെട്ട കുടുംബമാണ്. റിജാസിന്റെ ഉപ്പ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. പഠിച്ചുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷ ഓടിക്കുന്നയാളാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ മുഹമ്മദ് റാഫി. 19 വയസ്സ് പ്രായമുള്ള, ഇനിയും ഉപരിപഠനത്തിന് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ജീവനാണ് KSEB എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന്റെ അനാസ്ഥ മൂലം പൊലിഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ ഈ മാർച്ചിൽ ഉന്നയിക്കുന്നത്, റിജാസിന്റെ കുടുംബത്തിന് സർക്കാർ ആശ്രിത നിയമനം നൽകണം. 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം. മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത് അവരെടുത്ത FIR ദുർബലമാണ്. അതുകൊണ്ട് തന്നെ നരഹത്യയുടെ പേരിൽ കേസെടുത്ത് ബന്ധപ്പെട്ടവരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തി ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ മാർച്ചുമായി കടന്നു വന്നിട്ടുള്ളത്. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ പ്രിയപ്പെട്ട കോഴിക്കോട് പാർലമെന്റ് അംഗം ശ്രീ രാഘവേട്ടൻ സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ ദിനേശ് പെരുമണ്ണ, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സമരത്തിൽ സംസാരിക്കാനെത്തിയിട്ടുള്ള വിവിധ കക്ഷി നേതാക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു പുരുഷായുസ്വരെ ജീവിക്കേണ്ടിയിരുന്ന റിയാസ് നമ്മിൽ നിന്ന് വേർപെട്ട ദുഃഖകരമായ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ആക്ഷൻ കൗൺസിൽ KSEB ഓഫീസിന് മുമ്പിൽ ഈ ഒരു സമര പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് ഈ സമരമെന്ന് വളരെ വിശദമായി സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കെട്ടിടത്തിൻ്റെ കടയുടെ ഷോർട്ട് സർക്യൂട്ടുമായി ബന്ധപ്പെട്ട ആശങ്ക കട ഉടമയും ബന്ധപ്പെട്ടവരും നിരന്തരം KSEBയുടെ സെക്ഷൻ ഓഫീസിൽ, കോവൂർ സെക്ഷൻ ഓഫീസിൽ വിളിച്ചു പറയുന്നു. അവിടെ നിന്ന് ഒരു ജീവനക്കാരൻ ഈ കടയിൽ എത്തുന്നു. അദ്ദേഹം പരിശോധിക്കുന്നു, കൺസ്യൂമർ നമ്പർ രേഖപ്പെടുത്തുന്നു. അദ്ദേഹം പറയുന്നത് ഇത് ഇന്ന് വൈകുന്നേരമെല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് മടങ്ങിപ്പോകുന്നു. പിന്നെ ബന്ധപ്പെട്ടവർ തിരിഞ്ഞു നോക്കിയില്ല. അതിനെ തുടർന്നാണ് ഈ ഷോക്കടിച്ച റിജാസ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഞാൻ പറയുന്നത്, ഇത് ആരുടെ കുറ്റമാണ്, ആരാണ് ഉത്തരവാദി? വളരെ വ്യക്തമാണ്. ഇതിന്റെ പൂർണ്ണമായ ഇതൊരു കൊലക്കുറ്റമായി മാറുകയാണ്. ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം KSEB ഏറ്റെടുത്തേ മതിയാകൂ. അതുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ പേരിൽ നരഹത്യക്ക് കേസെടുക്കണം. അതുപോലെ തന്നെ ഈ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം. റിജാസിന് 16 വയസ്സ് മാത്രമേ പ്രായം, 19 വയസ്സ്. ഒരു രാധാൻ സൂചിപ്പിച്ച പുരുഷായുസ്വ ജീവിക്കേണ്ടിയിരുന്ന ചെറുപ്പക്കാർ നമ്മോടൊപ്പം ഇല്ല. ബാംഗ്ലൂർ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ച കുട്ടിയാണ്. അതുകൊണ്ട് മതിയായ നഷ്ടപരിഹാരം, അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് ജോലി, ഈ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞാൻ KSEBയിലെ ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കട്ടെ, നിങ്ങൾ സ്വയം പരിശോധിക്കണം. ഇതിൽ ആരാണ് കുറ്റവാളി എന്ന് പരിശോധിക്കണം. KSEBയുടെ മേലുദ്യോഗസ്ഥന്മാർ
കൃത്യമായി കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയണം. എന്താണ് സംഭവിച്ചത്, ആരാണ് ഉത്തരവാദി? റിജാസാണ് ഉത്തരവാദി എന്ന് ആരും പറയില്ല. അതുകൊണ്ട് KSEBിലെ ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ മുമ്പിൽ കയ്യം കെട്ടി ഉത്തരം പറയേണ്ടി വരും എന്നാണ് എന്റെ വ്യക്തിപരമായ വിശ്വാസം. അവിടെ ജനങ്ങൾ ഒന്നിച്ച് സംഘടിച്ചെത്തിയിരിക്കുകയാണ്. ജനശക്തിയുടെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഒരാളും ഈ ലോകത്തിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് ജനശക്തിയുടെ മുമ്പിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. അവരുടെ പേരിൽ കേസെടുത്തേ പറ്റൂ, ഈ കോമ്പൻസേഷൻ കൊടുത്തേ പറ്റൂ, ജോലി കൊടുത്തേ പറ്റൂ. അത് പൂർത്തിയാകുന്നത് വരെ ഈ ആക്ഷൻ കൗൺസിൽ സമരവുമായി മുന്നോട്ട് പോകും എന്നുകൂടി പ്രഖ്യാപിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനം എന്ന പോലെ ഈ കാര്യത്തിൽ പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ മുന്നോട്ട് വരണം. കേരളത്തിന്റെ മുഖ്യമന്ത്രി മുന്നോട്ട് വരണം, കേരളത്തിന്റെ വിദ്യുത് ശക്തി മന്ത്രി മുന്നോട്ട് വരണം. ഇത് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരപരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് K മൂസ മൗലവി. ബഹുമാന്യനായ അധ്യക്ഷൻ ദിനേശ് പെരുമണ്ണ, ബഹുമാന്യനായ ഉദ്ഘാടകൻ ഞങ്ങളുടെ പ്രിയങ്കരനായ MK രാഘവേട്ടൻ, വേദിയിലെ വിശിഷ്ടാതിഥികളെ, ഇവിടെ ഈ സമരത്തിൽ പങ്കെടുത്ത എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ, സഹോദരന്മാർ, വളരെ പ്രയാസത്തോടു കൂടിയാണ് ഞങ്ങൾ KSEB അനാസ്ഥയിൽ ഷോക്കേറ്റ് മരിച്ച റിജാസിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുക എന്നാവശ്യപ്പെട്ട പ്രതിഷേധം റിജാസിന്റെ കുടുംബസഹായ ആക്ഷൻ കമ്മിറ്റി വൈദ്യുതി ഭവനിലേക്ക് ബഹുജന മാർച്ചും പ്രതിഷേധവും സംഘടിപ്പിക്കുന്നു. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു.